ഹേ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കരിമീൻ വറുത്തരച്ചതാണ്. അതിനായിട്ട് ഞാൻ ഇവിടെ വലിയ കരിമീൻ വെട്ടി വൃത്തിയാക്കി. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പില, കുറച്ച് പച്ചമുളകും ഇഞ്ചിയും വേണം. പിന്നെ കുറച്ച് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. നമ്മൾ തേങ്ങ വറുത്തരച്ചല്ലേ വെക്കുന്നത്. പിന്നെ വേണ്ടത് കുടംപുളിയാണ്. അതൊരു 3-4 പീസ് നേരത്തെ എടുത്ത് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് തേങ്ങ വറുത്തെടുക്കണം. അതിനായിട്ടൊരു ചട്ടി എടുക്കാം. ഞാൻ ചീനച്ചട്ടിയാണ് എടുത്തത്. നിങ്ങൾക്ക് പാൻ വേണമെങ്കിൽ പാനും യൂസ് ചെയ്യാം. പിന്നെ ആ തിരുമ്മി വെച്ചേക്കണ തേങ്ങ അതിലിട്ട് ലോ ഫ്ലെയിമിലിട്ട് നന്നായി വറുത്തെടുക്കണം. ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇടരുത്. പെട്ടെന്ന് 5-6 കുരുമുളക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2-3 കൊച്ചുള്ളിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതെല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ചെറിയ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേണം ഇനി ഇത് വറുത്തെടുക്കാൻ. കുറച്ച് നേരം ഇതിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. അപ്പോൾ ഒരു കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത്. തേങ്ങ നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ്. അതൊരു 1.5 സ്പൂൺ ഇട്ട് കൊടുക്കാം. മുളക് പൊടിയും മല്ലിപ്പൊടിയും കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് ഉലുവയാണ്. ഉലുവ ആഡ് ചെയ്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് പിന്നെ എരിവ് വേണ്ടവർക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മളിട്ട പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി കുറച്ച് നേരം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറട്ടെ. ഇപ്പം ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇതിനി ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇത് അരച്ചെടുക്കാവൂ. അപ്പോൾ ആദ്യം ഞാൻ വെള്ളം ഒഴിക്കാതെ ഒന്ന് പൊടിച്ചെടുക്കുകയാണ് പൊടികളൊക്കെ. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നല്ലതുപോലെ പേസ്റ്റ് പരുവത്തി ഇതിനെ അരച്ചെടുക്കണം. നോക്കിയേ, നല്ലതുപോലെ തിക്ക് പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോയാലോ. അതിനായിട്ട് കറി വെക്കാനുള്ള ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഇനി ഈ എണ്ണ നല്ലതുപോലെ ചൂടായി കഴിയുമ്പം ഇതിലോട്ട് കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞിട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് പച്ചമുളകും കൂടി കീറി അതിലിടണം. പിന്നെ എടുത്ത് വെച്ച് ഇഞ്ചിയും കൂടി ആഡ് ചെയ്ത് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യാം. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ആ എണ്ണ കിടന്ന് വാടി കിട്ടണം. ജസ്റ്റ് അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആകുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ട് ആ തിക്ക് പേസ്റ്റ് ഇല്ലേ, നമ്മൾ തേങ്ങ വറുത്തരച്ച് വെച്ചത്, അത് ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ അരച്ച മസാല ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. കണ്ടോ, അധികം വെള്ളം ഒഴിക്കാതാണ് നമ്മൾ അത് അരച്ചെടുത്തത്. നല്ല തിക്കായിരിക്കുന്നില്ലേ. കൂടുതൽ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അത് നല്ലതുപോലെ അരഞ്ഞു കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് അത് അരച്ചെടുത്തത്. നന്നായിട്ട് ആ എണ്ണയിട്ട് മസാല ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പം നല്ലൊരു മണമായിരിക്കും ആ തേങ്ങ വറുത്തരച്ചത് എണ്ണയിലോട്ടിട്ട് ഇളക്കുമ്പോൾ തന്നെ. അപ്പം ഇതിനൊക്കെ ശേഷം ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് പുളിയും കൂടി ഇട്ടിട്ട് നമ്മൾ മാറ്റി വെച്ച കരിമീനും കൂടി ഇട്ട് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം. അപ്പം നമ്മുടെ തേങ്ങ വറുത്തരച്ച കരിമീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് തിക്ക് ഗ്രേവിയിലുള്ള നല്ല കറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ. താങ്ക് യു ഗായ്സ്.